നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോലീസിന്റെയും നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ IPC, CRPC, എവിഡൻസ് ആക്ട് ഒക്കെ നിലവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ PSCയുടെ സിലബസിലും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാറ്റം നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്കിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ആദ്യം കുറച്ച് ഈ BNSും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത്. പക്ഷെ നിലവിൽ PSCയുടെ വെബ്സൈറ്റിൽ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിലേക്ക് നമുക്ക് പഴയ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചാൽ മതിയെന്ന് അവർ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള, PSCയുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, പഴയത് പഠിച്ചാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ധൃതിപ്പെട്ട് ഈ സിലബസ് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എഴുതി കയറാനുള്ളവർ ഇപ്പൊ തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. കാര്യം അടുത്ത വർഷം തൊട്ട് എന്തായാലും നമുക്ക് ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷിയൊക്കെ എന്തായാലും നമുക്ക് അടുത്ത വർഷം തൊട്ട് പഠിക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഡിസംബർ വരെ എന്താണ് ഈ പറയുന്ന നിയമത്തിന്റെ റിവ്യൂ പീരീഡ് ആണ്. അപ്പൊ ഈ പറയുന്ന റിവ്യൂ പീരീഡിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത വർഷത്തെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ CPO അല്ല, നെക്സ്റ്റ് CPO എക്സാമിനേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ പറയുന്ന സിലബസിലെ ചേഞ്ച് മൊത്തത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ അങ്ങ് ബാധിക്കും. അപ്പൊ എന്തായാലും മാക്സിമം ഇത്തവണ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ BNS ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ IPCയും CRPC ഒക്കെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കത്തില്ല, ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയാന്നുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന CPOയും അതുപോലെ തന്നെ WCPOയുടെ ഒക്കെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, 9961169272. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. വിളിക്കേണ്ട, കോൾ എനേബിൾഡ് അല്ല. അപ്പോൾ ഇതേ ദിവസം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ 20-ന് 18-ന് മുകളിൽ മാർക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും കേട്ടോ. അതിപ്പോ കഴിഞ്ഞ നമ്മുടെ ഫയർമാന്റെയും എക്സൈസിന്റെ ഒക്കെ ക്ലാസ് കണ്ടിട്ട് പോയവർക്ക് തീർച്ചയായിട്ടും അതിന്റെ യൂസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. 100% വിശ്വാസം അത് തന്നെയാണ്. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവർക്കും തീർച്ചയായിട്ടും അതിന്റെ അതിന്റെ ഉപയോഗം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർ, നമ്മുടെ CPOയും വിമൻ സിവിൽ പോലീസ് ഓഫീസറൊക്കെ എഴുതാൻ പോകുന്നവര് ഇന്ന് തന്നെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വിവരം, നമ്മുടെ ഈ ഒരു സിലബസിന്റെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു മാറ്റത്തിലെ നിലവിലത്തെ PSCയുടെ നിലപാടിനെ കുറിച്ചുള്ള ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും മറ്റൊരു അപ്ഡേറ്റും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.